നമുക്ക് ഒരുമിച്ച് വിശുദ്ധ വേദപുസ്തക ചിന്തയിലേക്ക് കടന്നു പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് പല സന്ദർഭങ്ങളിൽ ഈ വാക്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പല ആവർത്തി ഈ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇന്ന് പ്രകാരം ഇന്നോളം നിങ്ങളോട് പറയാത്ത ഒരു ചിന്താ മണ്ഡലത്തിലേക്ക് ഈ വാക്യത്തെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗ്രോ ഓവർഫ്ലോയിങ്, നിറഞ്ഞു കവിയുന്ന ഒരു വളർച്ച എന്ന ഒരു പദാവിലേക്ക് ഞാൻ ഇതിനെ ഒന്ന് മാറ്റുകയാണ്. നിറഞ്ഞു കവിയുന്ന ഒരു വളർച്ചയാണ് ഈ വാക്യത്തിലൂടെ കർത്താവായ യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 4 കൂട്ട കാര്യം നിറഞ്ഞു കവിയുന്ന ഒരു വളർച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഇന്ന് പ്രകാരം ഞാൻ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം നിറഞ്ഞു കവിയുന്ന ഒരു വളർച്ചയിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് നമുക്ക് ആവശ്യമുള്ളത് സിൻലെസ് ലൈഫാണ്, പാപരഹിതമായ ജീവിതം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഓരോ വിശ്വാസിയും പാപത്താൽ വശീകരിക്കപ്പെടുന്ന, പാപത്താൽ മോഹിക്കപ്പെടുന്ന, പാപത്താൽ ക്ഷണിക്കപ്പെടുന്ന ഈ പ്രാകൃതമായ ലോകത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ സിൻലെസ് ലൈഫ് ഫോർ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിന് പാപം മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മനസ്സിനെ കുറിച്ച് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്: ഞാൻ ഭയപ്പെടുകയാണ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ഏത് സമയവും പാപത്തിലേക്ക് പോകാം, അത് വഷളത്വമുള്ളതായി തീരാം. അങ്ങനെ പാപത്തിലേക്ക് പോയി വഷളത്വമുള്ളതായി നമ്മുടെ മനസ്സ് മാറിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയുണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ പള്ളിയിൽ വന്നിരിക്കുന്നതോ ദൈവാരാധനയിൽ സംബന്ധിക്കുന്നതോ ദൈവവചനം ശ്രമിക്കുന്നതോ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരാത്മീയ വളർച്ചയും ആ വളർച്ചയുടെ അനന്തരമായി ഒരു നിറവും ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവവും നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ഒരനുഭവം. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ക്രിസ്തീയ വിശ്വാസ ജീവിതം വളർന്ന് നിറഞ്ഞു കവിയണമെങ്കിൽ
ലൈഫാണ്. പാപത്തെ മാറ്റി, പാപത്തെ ഒഴിവാക്കി, പാപത്തെ തടഞ്ഞു നിർത്തി പാപത്തിന് അതിര് കൽപ്പിക്കുന്ന ഒരു ജീവിതമെങ്കിൽ രണ്ടാമത് ഫൂൾനെസ് ലൈഫ് നമുക്ക് ആവശ്യമാണ്. ബുദ്ധിശൂന്യത ഇല്ലാത്ത ഒരു ജീവിതം. പ്രിയ ദൈവമക്കളെ, അത് മനസ്സിനല്ല ആവശ്യം, പിന്നെയോ നമ്മുടെ ഹൃദയത്തിനാണ് ആവശ്യം. പാപമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ മനസ്സിന് ആവശ്യമെങ്കിൽ ഫുൾനെസ് ലൈഫ്, പ്രിയ ദൈവമക്കളെ, ബുദ്ധിശൂന്യതയില്ലാത്ത, അന്ധകാരമില്ലാത്ത, അറിവുകളില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിന് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്: മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. സദൃശ്യവാക്യത്തിലാണ് ഈ വാക്യം നമ്മൾ കാണുന്നത്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുവാൻ, നമ്മുടെ ഹൃദയം നിർമ്മലമാകുവാൻ, നമ്മുടെ ഹൃദയം നേരുള്ളതായി തീരുവാൻ, നമ്മുടെ ഹൃദയം ശ്രേഷ്ഠമുള്ളതായി തീരുവാൻ ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. സദൃശ്യവാക്യം 22:11 ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന്റെ അതരങ്ങളിൽ ലാവണ്യമുണ്ട് എന്ന് വായിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമെങ്കിൽ ആ ഹൃദയത്തെ മനോഹരമാക്കുവാൻ ദൈവം താല്പര്യം കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിനുവേണ്ടി സന്നദ്ധമായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം വളർന്ന് നിറഞ്ഞു കവിയുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് പാപത്തെ വിട്ടുമാറുന്ന, പാപത്തെ മാറ്റി നിർത്തുന്ന, പാപത്തോട് അകലം കാണുന്ന, പാപത്തെ വിരോധിക്കുന്ന, എതിർക്കുന്ന, വിലക്ക് കൽപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് നമ്മുടെ ഹൃദയം ആവശ്യമില്ലാത്ത അവിവേകപൂർണമായ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറി നിൽക്കണം. ആമേൻ. നമ്മുടെ മനസ്സ് പാപത്തിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ ഹൃദയം ബുദ്ധിശൂന്യതയിൽ നിന്ന് മാറേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത് സ്റ്റോപ്ലെസ് കോൺഷ്യസ്, നിർത്താത്ത, വിരാമം കൽപ്പിക്കാത്ത, ഫുൾ സ്റ്റോപ്പ് ഇടാത്ത ഒരു മനസാക്ഷി നമുക്ക് ആവശ്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ മനസാക്ഷി സാധാരണ നമ്മുടെ തോട്ടിൽ, നമ്മുടെ സർവ്വ ചിന്തയിലാണ് ആ മനസാക്ഷി പ്രവർത്തിക്കേണ്ടതെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വളർന്ന് നിറഞ്ഞ് നിറവിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒന്നാമത് നമുക്ക് പാപത്തെ ഉപരോധിക്കുന്ന, പാപത്തെ എതിർത്ത് മാറ്റി നിർത്തുന്ന ഒരു ജീവിതം നമ്മുടെ മനസ്സിന് ആവശ്യമാണ്. രണ്ടാമത് അവിവേകത്തെ ഒഴിവാക്കുന്ന ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിന് ആവശ്യമാണ്. മൂന്നാമത് വിരോധിക്കാത്ത, അവസാനിപ്പിക്കാത്ത, തുടർച്ചയായിട്ട് പോകേണ്ട ഒരു ജീവിതം നമ്മുടെ മനസാക്ഷിക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ backslidless life for our body. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും പിന്മാറ്റമുണ്ടാകാത്ത ഒരു ജീവിതം നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ശരീരമാണ് ഒരു കാര്യത്തോടും അടുത്തു വരാത്തത്. മനസ്സടുത്ത് വന്നേക്കാം, മനസ്സാക്ഷി അടുത്ത് വന്നേക്കാം, ഹൃദയം അടുത്ത് വന്നേക്കാം, എന്നാൽ ശരീരമാണ് എപ്പോഴും അകൽച്ച കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശരീരത്തിനും നമ്മൾ പ്രത്യേകത നൽകി സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിത വളർച്ച നിറവിലേക്ക് പോകത്തില്ല. ആമേൻ. അങ്ങനെ പോകാതിരുന്നാൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും പരാജയപ്പെട്ടു പോകുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ
ആകർഷിക്കാതെ അതിന് അകൽച്ച കൽപ്പിക്കുന്നു എങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവഭാഗത്തുനിന്ന് സോറി, ക്ഷമ എന്ന ഒരു വാക്ക് നമ്മുടെ നേരെ വരും. ആമേൻ. നമ്മൾ പാപത്തെ തടയുമ്പോൾ അത് നമ്മുടെ ഭാഗത്തുള്ള പ്രവൃത്തിയെങ്കിൽ ദൈവഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗത്തോട്ട് വരുന്ന ഒരു പദമാണ് സോറി, ക്ഷമ. നമ്മൾ അതിനെ തടയുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ നേരെ വരുന്ന പാപത്തെ ദൈവം തടയത്തില്ല. ആമേൻ. ആത്മീയ വിശ്വാസ ജീവിതം വളർന്ന് നിറഞ്ഞു കവിയണമെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പാപത്തെ തടഞ്ഞു നിർത്തേണ്ടത് അനിവാര്യമാണ്. നമ്മൾ പാപത്തെ തടഞ്ഞു നിർത്തി ദൈവം അവിടെ നമുക്ക് പാപക്ഷമ തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് ഒരു സോറോ, ഒരു ദുഃഖമുണ്ടാകണം. ആമേൻ. പലപ്പോഴും ഒരു ദൈവമൈതൽ ആവശ്യമായി പരിഗണിക്കാത്ത ഒന്നാണ് തന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സോറോ, ഒരു ദുഃഖം. ആമേൻ. നമ്മുടെ ഹൃദയം ദുഃഖിച്ചാൽ, നമ്മുടെ മനസ്സ് ദുഃഖിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശുദ്ധത, ഒരു സിൻസിയറിറ്റി, ഒരു സത്യസന്ധത ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത് വളരുവാൻ, വളർച്ചയ്ക്ക് വേണ്ടി ഒരാത്മാവിന്റെ നിറവ് അനിവാര്യമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇരുപക്കാലം നമ്മൾ എത്ര പേർ ആഗ്രഹിക്കും, എനിക്കൊരു വളർച്ച ആവശ്യമാണ്, എനിക്കൊരു നല്ല പുരോഗതി ആവശ്യമാണ്. എന്നും ഒരുപോലെ ഇരുന്നാൽ പോരാ, എന്നും ഒരുപോലെ ചിന്തിച്ചാൽ പോരാ, എന്നും ഒരുപോലെ ആഗ്രഹിച്ചാൽ പോരാ, എന്നും ഒരുപോലെ കണ്ടാൽ പോരാ, എന്നും ഒരുപോലെ കേട്ടാൽ പോരാ. പിന്നെയോ എനിക്കൊരു വളർച്ച ആവശ്യമാണ്, എനിക്കൊരു പുരോഗതി ആവശ്യമാണ്, എനിക്കൊരു ഉയർച്ച ആവശ്യമാണ്, എനിക്കൊരു നേട്ടം ആവശ്യമാണ്. ഒരാൾ ദൈവസന്നിധിയിൽ വന്നു, 10 വർഷമായി ഒരു വളർച്ചയുമില്ലാതെ വന്നാൽ, 20 വർഷമായി ഒരു പുരോഗതിയും ഇല്ലാതെ വന്നാൽ, 30 വർഷമായി ഒരു നേട്ടവും ഇല്ലാതെ വന്നാൽ എന്താണ് കാര്യം? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ അടിക്കടി വളരുവാൻ, അടിക്കടി ഉയരുവാൻ, അടിക്കടി പുരോഗതി പ്രാപിക്കുവാൻ, അടിക്കടി നേട്ടമുണ്ടാക്കുവാൻ വളരുന്തോറും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ തെളിയും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് ഒരു ഓവർഫ്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം. ആമേൻ. അത് ആത്മീയതയിലും ഭൗതികതയിലും സംഭവിക്കട്ടെ. ആമേൻ. ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അത് സംഭവിക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത് ആവശ്യം സിൻലെസ് ലൈഫ്. പാപത്തെ തടഞ്ഞു നിർത്തുന്ന, പാപത്തെ അകറ്റി നിർത്തുന്ന, പാപത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ജീവിതം നമ്മുടെ മനസ്സിന് ആവശ്യമാണ്. ആമേൻ. മനസ്സുകൊണ്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ആമേൻ. 1 Corinthians 2:16 വായിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് പറയാണ്, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. നമുക്കുള്ള മനസ്സ് ക്രിസ്തുവിൻ്റെതാകിയാൽ മനസ്സുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ആവശ്യം ഒരു പാപരഹിതമായ മനസ്സാണ്. ആമേൻ. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കട്ടെ പ്രിയ ദൈവമക്കളെ. രണ്ടാമത്, നമ്മുടെ ഹൃദയത്തിന് ഒരു നല്ല നിലവാരം ഉണ്ടാകണമെങ്കിൽ ഫുൾലെസ് ലൈഫ്, ബുദ്ധിശൂന്യത ഇല്ലാത്ത, അഴുക്ക് ഇല്ലാത്ത, ചപ്പ് ചവറില്ലാത്ത, വേസ്റ്റ് ഇല്ലാത്ത, അവിവേകമില്ലാത്ത ഒരു ഹൃദയം. ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ, ശലോമോൻ രാജാവായി അധികാര കസേരയിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ ബാലനായ ശലോമോൻ ചോദിച്ച
ചോദ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ തന്റെ ക്വസ്റ്റ്യൻ വകതിരിവോടെ, വിവേകത്തോടെ, തിരിച്ചറിവോടെ ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് തരണമേ. പ്രിയ ദൈവമക്കളെ, ശലോമോനേക്കാൾ ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ ശലോമോൻ ഒരു പാപമില്ലാത്ത ജീവിതം നയിക്കുന്നതിൽ പരാജിതനായി മരണസമയം അവിശുദ്ധമായ കൂട്ടുകെട്ട് ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോയി തനിഭൂമിയിൽ നിന്ന് വിട വാങ്ങിയെങ്കിൽ വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ പോലും തനിക്ക് ഇടം പിടിക്കുവാൻ കഴിയാതെ പോയി. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്നത് വളരുവാൻ വേണ്ടി, വാർത്തയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവമാണ്. ആ നിറഞ്ഞു കവിയുന്ന അനുഭവത്തിന് വേണ്ടി നമ്മൾ ഒന്നാമത് പാപത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മനസ്സോടെ, അവിവേകത്തെ തടയുന്ന ഒരു ഹൃദയത്തോടെ, നിർത്താതെ മുന്നോട്ട് പോകുവാൻ ഉത്സാഹിക്കുന്ന ഒരു മനസ്സാക്ഷിയോടെ, പിന്തിരിഞ്ഞോടുവാൻ ആഗ്രഹിക്കാത്ത ഒരു ശരീരത്തോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആമേൻ. പലപ്പോഴും ഈ നാലുകൂട്ട കാര്യങ്ങൾ നാമുമായുള്ള ബന്ധത്തിൽ സന്തുലിതമായി, സമചിത്തതയോടെ, സമാനമായി നിലനിന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകും, നമുക്ക് ഗുണമുണ്ടാകും. ആ മനോഹരമായ ജീവിത മുന്നേറ്റത്തിൽ ദൈവഭാഗത്തു നിന്ന് നമുക്ക് ക്ഷമയും നമ്മുടെ ഭാഗത്തു നിന്ന് ദുഃഖവും ഉണ്ടായാൽ മതി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് സ്പൈസാണ്. നമ്മൾ സാധാരണ പറയുന്നത് സുഗന്ധം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം സുഗന്ധപൂർണ്ണമായിരിക്കും. ആമേൻ. സന്തോഷപൂർണ്ണമായി തീരും. ആർക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു മനോഹരമായ രീതിയിൽ ഗന്ധം പരത്തുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഇടയാകുമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം. സാധാരണ നമ്മുടെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ അറിയും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകളെ നമ്മുടെ ഉള്ളറിയുവാനായിട്ട് നമ്മൾ സൗണ്ടായി കാണും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളറിയുവാൻ നമുക്ക് നോളജ് പോരാ, വിഷ്ടം പോരാ, പിന്നെ നമുക്ക് എന്ത് വേണം? സൗണ്ട് വേണം. ആമേൻ. ആ സൗണ്ടിന് മാത്രമേ നമ്മുടെ ഉള്ളിനെ അപഗ്രഥിക്കാൻ, അറിയുവാൻ കഴിയൂ. അതുകൊണ്ട് പ്രകാരം ഞാൻ പറയട്ടെ, പാപമില്ലാത്ത ഒരു ജീവിത പന്താവിലൂടെ ആത്മാവിന്റെ നിറഞ്ഞു കവിഞ്ഞൊഴുക്കുണ്ടാകുവാൻ ബുദ്ധിശൂന്യതയെ മാറ്റി നിർത്തി അവസാനിപ്പിക്കുന്ന ചിന്തയെ വിരാമം കുറിച്ച് പിന്തിരിഞ്ഞു പോകാനുള്ള വഴിയെ ബ്ലോക്ക് ചെയ്ത് നമ്മള് ദൈവത്തിന്റെ ക്ഷമയും നമ്മുടെ ദുഃഖവും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് സുഗന്ധപൂർണമായ ഒരു ജീവിത വിജയ, വളർച്ച, പുരോഗതി, നേട്ട, ഉന്നതി എത്തിച്ചേരുവാൻ സർവകൃപാലുമായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, എനിക്കാവശ്യം സിൻലെസ് ലൈഫ്, പാപത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ജീവിതം. ആമേൻ. പ്രിയ ദൈവമക്കളെ, വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം പാപത്തിന്റെ മുന്നേറ്റമാണ്. എന്നാൽ ആ പാപത്തെ തടഞ്ഞു നിർത്തിയാൽ വളർച്ചയുടെ മുന്നേറ്റത്തിന് ഒരു കോട്ടവും വരുന്നില്ല. വളർച്ചയ്ക്ക് തടസ്സമായി പാപം നിൽക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, സുഗന്ധം പടർത്തുവാൻ ഒന്നിനും കഴിയത്തില്ല. വളർന്നാൽ മാത്രമേ സുഗന്ധം പടരൂ. ആമേൻ. വളരാതെ ഇരിക്കുമ്പോൾ സുഗന്ധം പടരത്തില്ല, പിന്നെയോ ദുർഗന്ധമായിരിക്കും പടരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, പാപത്തെ മാറ്റി നിർത്തി ഒരു നല്ല ജീവിതം നമ്മുടെ കർത്താവായ യേശുവിനാൽ നമുക്ക് സമ്മാനിക്കണം. അതിനായി നമ്മൾ ജാഗ്രതയോടെ ഈ നാളുകളിൽ മുന്നേറണമെന്ന് കർത്താവിന്റെ
കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ, ഞാൻ ഇപ്പോൾ തന്നെ പാപത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറഞ്ഞു കഴിയുന്ന മുന്നേറ്റത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ ഇപ്പോൾ തന്നെ വഴി മാറ്റി വിടുകയാണ്. ആമേൻ, ആമേൻ. നമ്മൾ ഇതിനുവേണ്ടി തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഒരു പാട്ടുപാടി ഒരു ആത്മാവിന്റെ നിറവിലേക്ക്, ആത്മാവിന്റെ ഒരു ഒഴിവിലേക്ക്, ആത്മാവിന്റെ ഒരു ഒഴുക്കുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഈ സമയം പോകാൻ സാധിക്കുമോ? നിങ്ങൾ നല്ലൊരു ഉണർവ് പാട്ടി സമയം ഒന്ന് പാടുമോ? വേണേ ഇരുന്ന് ശീലിച്ചെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പാടാം. നല്ലൊരു കാര്യങ്ങളെ അടിക്കൊണ്ട് ശക്തമായി, ശക്തമായി